നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ അടക്കം മുഴുവൻ UDF വോട്ടും പെട്ടിയിലേക്ക് ഒഴുകിയെന്ന് സണ്ണി ജോസഫ് ന്യൂസ് മലയാളത്തിനോട്. 10,000-ൽ കുറയാതെ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഫലത്തെക്കുറിച്ച് ഒരു ഉദ്വേഗവും ഇല്ല എന്ന് M സ്വരാജ്. നിലമ്പൂർ ഫലത്തിൽ അൻവർ ഫാക്ടർ പ്രധാനമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. 25,000-ലധികം വോട്ട് അൻവർ നേടിയാൽ സ്വരാജിന് ജയമുറപ്പ്. ആര് ജയിച്ചാലും ഭൂരിപക്ഷം കുറയുമെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. പലവിധ കൂട്ടിക്കിഴിക്കലുകൾ തകൃതിയായി നടക്കുകയാണ് ചുറ്റും. നിലമ്പൂർ കളത്തിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നും നാളെ അറിയാം. നമുക്ക് നിലമ്പൂരിലെ അവസാനവട്ട കൂട്ടിക്കിഴിക്കലുകളിലേക്ക് തന്നെ പോകാം. എനിക്കൊപ്പം ലിജോ വർഗീസ് ചേരുന്നുണ്ട്. ലിജോ, സ്വാഗതം. നമുക്ക് അവസാനമായിട്ട് ഒന്നും കൂടി ഒന്ന് ഹരിച്ചും കുടിച്ചും നോക്കാം. നിലമ്പൂരിന്റെ വൈബ് നേരിട്ട് അറിഞ്ഞ ആളാണ് ലിജോ. അവിടെ പോയി ഒരുപാട് ദിവസം പ്രോഗ്രാമിനായിട്ടും റിപ്പോർട്ടിങ്ങിനായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് ആ ഒരു വൈബ് വളരെ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് തോന്നുന്നു. തീർച്ചയായും വലിയ ഒരു എല്ലാ പാർട്ടികളും വലിയ രീതിയിൽ പണിയെടുത്തിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും ശക്തമായി പണിയെടുത്തിട്ടുണ്ട്. LDF-നും UDF-നും അതിൻ്റേതായ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പണി നടന്നിട്ടുണ്ട്. അൻവറും ഈ PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നെങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ ഗ്രൗണ്ടിലുണ്ട്. അത് ചെറിയ കുട്ടികൾ പോലും ഇന്നിപ്പോൾ എടുത്ത ചില ബൈറ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിലുമുണ്ട്. ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് 10 വയസ്സിൽ താഴെയുള്ള 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും കൃത്യമായി പറയുന്നത്. അത്രത്തോളം കാർഡുകളൊക്കെയുള്ള പ്രചരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ എല്ലാ മുന്നണികൾക്കും കൊണ്ടും തോന്നുന്നു. BJP എന്ന പിക്ചറിലും ഇല്ല. 3-ാം സ്ഥാനത്ത് ഏതാണ്ട് ഈ 3 പേരുടെ നമ്മൾ ചിത്രം വയ്ക്കുകയാണെങ്കിൽ തന്നെയും അൻവറാണ് അല്ലെ. LDF UDF അൻവർ എന്നുള്ള നിലയ്ക്കായി കാര്യങ്ങൾ. എന്തായാലും ഈ ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മളൊരു ആത്മവിശ്വാസത്തിൻ്റെ തോത് പരിശോധിച്ചാൽ UDF-ന് ഒരു ചെറിയ ആത്മവിശ്വാസം കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് നേതാക്കന്മാരുടെ ശരീരഭാഷയിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്. അതാണ് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ലീഗ് അവിടെ എടുത്തിട്ടുള്ള ലീഗിൻ്റെ നേതാക്കളും ലീഗിൻ്റെ അണികളും പ്രവർത്തകരും എടുത്തിട്ടുള്ള ജോലിയിലാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പോലും അല്ലെങ്കിൽ UDF മൊത്തത്തിൽ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം കേട്ടാൽ അറിയാം ലീഗിൻ്റെ വോട്ട് പൂർണ്ണമായി ഒഴുകിയെത്തുമെന്ന് പറയുന്നതിൻ്റെ കാരണം ലീഗ് നേതാക്കളും അണികളും അവിടെ അത്രത്തോളം കൃത്യമായി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ UDF അവിടെ നിൽക്കുന്നത്. അതിന് അവർക്ക് അവകാശമുണ്ട്. കാരണം സ്വാഭാവികമായി നിലമ്പൂർ ഒരു UDF മണ്ഡലമാണ്. അത് അൻവർ എന്ന നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ഒരു നേതാവിനെ ഇടതുപക്ഷത്ത് കൊണ്ടുവന്ന് സ്വതന്ത്രനായി മത്സരിപ്പിച്ച് LDF-ൻ്റെയും അൻവറിൻ്റെ ഒപ്പം നിൽക്കുന്ന UDF വോട്ടുകൾ കൊണ്ട് ചേർത്ത് ജയിച്ച 2 തവണ ഇലക്ഷൻ കഴിഞ്ഞതാണ്. പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി. അൻവർ അവിടെ നിന്ന് മാറിയിരിക്കുന്നു. അൻവർ ആർക്ക് ദോഷം ചെയ്യുമെന്ന് നമുക്ക് അവസാനം വോട്ടെണ്ണിയാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ എപ്പോഴും കോൺഗ്രസ് മണ്ഡലം എന്ന് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ആര്യാടൻ മുഹമ്മദിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോട്ടയായിരുന്നു. UDF കോട്ട എന്ന് പറയുമ്പോഴും ആര്യാടൻ കോട്ടയായിരുന്നു. പിന്നെ നമുക്ക് മുന്നിലുള്ള തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ട് UDF-ന്. തീർച്ചയായും അപ്പുറത്ത് അൻവറിൻ്റെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം നഗരസഭയുടെ അടക്കം ഭരണം പിടിച്ചത്. എങ്കിൽ പോലും നമുക്കത് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഭൂരിപക്ഷത്തെ നമുക്ക് ആ നിലയ്ക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കഴിയില്ല. ഒരിക്കലും 65,000 വോട്ടാണ് കഴിഞ്ഞ തവണ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തത്. ഏതാണ്ട് 54,000-ഓളം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഭൂരിപക്ഷം മാത്രമുള്ള ഒരു സ്ഥലമാണ്. അത്രത്തോളം വലിയ ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. നമ്മൾ ആര്യാട മുഹമ്മദിൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവിടെ യഥാർത്ഥത്തിൽ ലീഗ് വലിയ പാർട്ടിയാണ്. ലീഗിന് അവിടെ വലിയ സ്വാധീനമുണ്ട്. ഒരു പക്ഷേ നിലമ്പൂരിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതിനുശേഷം അവിടെ ലീഗാണ്. അതിനുശേഷമാണ് കോൺഗ്രസ് വരുന്നത്. അപ്പോൾ UDF-ന് ഈ 2 മേജർ ചങ്ക് ഓഫ് വോട്ട് വരുമ്പോൾ, അതായത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് വരുമ്പോൾ അവർക്ക് വലിയൊരു ഭൂരിപക്ഷം അവിടെ ഉണ്ട്. ആ 2 പാർട്ടികളുടെ വോട്ടുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ മണ്ഡലമാണെന്ന് പറയുമ്പോൾ പോലും അവിടെ ലീഗിന് വലിയ സ്വാധീനമുണ്ട്. ലീഗ് എന്ന് പറയുന്നത് CPM-നെ പോലെ തന്നെ ഭയങ്കര കേഡർ സ്വഭാവത്തിൽ പണിയെടുക്കുകയും ആ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ UDF-ന് ഇത്ര ആത്മവിശ്വാസം അവിടെ ഉണ്ടാകുന്നത്. പിന്നെ സ്വാഭാവികമായും കുറേ കാലങ്ങളായി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഏതാണ്ട് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്രയും കാലമായിട്ടുള്ള പ്രവർത്തനം അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു ലെഗസി അവിടെയുണ്ട്. ആര്യാടൻ എന്ന് പറയുന്ന കുടുംബത്തിന് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഫ്ലെക്സുകളിലൊക്കെ കാണാം ആര്യാടൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. ഷൗക്കത്ത് ചെറുതാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് എന്ന അച്ഛൻ്റെ ലെഗസിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഷൗക്കത്ത് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൂടി ശേഖരിക്കാൻ കഴിയുമെന്ന് സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അടിയൊഴുക്കൽ നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് കളത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരുന്നത് ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും ഒക്കെ തന്നെ ലീഗിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അത് തിരിച്ചടി ചെയ്യും എന്നൊക്കെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും അവിടുത്തെ ലീഗിൻ്റെ ഈ കൈമേയി മറന്നുള്ള ഒരു പ്രവർത്തനം, എങ്ങനെയും ഭരണം കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന അവരുടെ
അങ്ങേയറ്റത്തെ അഭിവാഞ്ച അത് തന്നെയാണ് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞത് എന്നാണ് തോന്നുന്നത്. അതിന് പുറമെ എനിക്ക് തോന്നുന്നു ഈ വനം വന്യജീവി വിഷയങ്ങളടക്കമുള്ളവ, വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ആ മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രതിഫലിക്കുകയും അത് മുന്നിൽ കണ്ടുള്ള ഒരു പ്രചരണത്തിന് UDF കൃത്യമായി കഴിയുകയും ചെയ്തു എന്ന് തോന്നുന്നു. തീർച്ചയായും ഇപ്പോൾ പാണക്കാട് ഫാമിലിക്കെതിരെ വലിയ തോതിൽ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും ഒക്കെ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ, അതായത് മൂന്നാം തവണയും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ലീഗിന് കഴിയില്ല. കാരണം ലീഗ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് അധികാരത്തിൽ ഇരിക്കേണ്ടത് അവരുടെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് അവരുടെ പാർട്ടി പ്രവർത്തനം എല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും അധികാരത്തിന് പുറത്തിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിനോടുള്ള എല്ലാ വൈരാഗ്യവും മറന്നുകൊണ്ട് ഇത്തവണ അതായത് പാണക്കാട് ഫാമിലി എന്നത് കുറേ കൂടി അവരുടെ മറ്റ് അണികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന നിലയ്ക്ക് അവർ കാണുന്നൊരു ഫാമിലിയാണ്. അവിടെ അതെല്ലാം കോംപ്രമൈസ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ഇത്തവണ ലീഗ് ചെയ്തിട്ടുള്ളത്. എന്ത് തരത്തിലും ഏത് വിധത്തിലും ഭരണം ഈ തവണ നിലമ്പൂരിൽ ജയിക്കണം, അതുവഴി ഒരു ട്രെൻഡ് ഉണ്ടാക്കണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആ നേട്ടമുണ്ടാക്കണം. അതിൻ്റെ കൂടെ അടുത്ത തവണ നിയമസഭയിൽ കൂടി മത്സരിച്ച് ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ലീഗ് അവിടെ നിൽക്കുന്നത്. എങ്കിപ്പോഴും ഈ 12,000 15,000 ഇതിനിടയ്ക്ക് വോട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത് അതൊരു എക്സാജറേറ്റഡ് കണക്കായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്യുന്നത്. ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ അവിടെ ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് UDF അവിടെ അത്രയും സ്വാധീനമുള്ള, പക്ഷേ അവിടെ LDF കഴിഞ്ഞ അവിടെ ഒരു ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ അത് അൻവറാണ്. ഈ അൻവർ ഒരു പക്ഷേ അൻവർ LDF വോട്ട് പിടിക്കും എന്നും UDF കരുതുന്നുണ്ട് കുറേ സ്ഥലങ്ങളിലെങ്കിലും. കാരണം അൻവർ എഫക്റ്റിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അൻവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെ മുഴുവനായിട്ടുള്ള വോട്ട്, ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നുള്ള വോട്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് റോഡുകളുടെ വികസനമൊക്കെ അവിടെ ഒരു ഭൂരിഭാഗം റോഡുകളൊക്കെ വികസനം അതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വനം വന്യജീവി വിഷയം വലിയ തോതിൽ അവിടെ പ്രശ്നമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 9 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്ലസ് ഫാക്ടർ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണ്. M സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ലീഗ് അനുഭാവികളടക്കം അങ്ങനത്തെ കുടുംബങ്ങളിലടക്കം അവരുടെ വോട്ട് ബാങ്കിലടക്കം വിള്ളലുണ്ടാകുമോ എന്ന് പറയുന്ന ഒരു സംശയമുണ്ടായിരുന്നു. നമുക്കറിയാം ഷാഫി ചാലിയം അടക്കം ടെലിവിഷൻ ചർച്ചയിൽ പോയിരുന്ന M സ്വരാജിനെ പ്രശംസിക്കാനാണ് സമയം കൂടുതൽ വിനിയോഗിച്ചിരുന്നത്. അത് പ്ലസ് ഒരുപാട് അവർക്കെല്ലാവർക്കും പറയാനുണ്ടായിരുന്നു. അപ്പോഴാണ് അതെല്ലാം വളരെ കൃത്യമായി സ്വരാജിന് അത്തരം വോട്ടുകൾ കിട്ടും എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിൽ നിൽക്കുമ്പോഴാണ് MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് RSS പരാമർശമുണ്ടാകുന്നത്. അതൊരു വാവിട്ടുപോയ വാക്ക് തന്നെയാണ്, അതൊരു അബദ്ധം തന്നെയാണ് സത്യത്തിൽ. തീർച്ചയായും ഇപ്പോൾ ഷാഫി ചാലിയ മാത്രമല്ല, KM ഷാജി, അബ്ദുൽ വഹാബ് MP, അദ്ദേഹം ആ മണ്ഡലംകാരനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സ്വരാജൊക്കെ മത്സരിച്ച് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നതിന് ശേഷവും ഒരു വലിയൊരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. വഹാബ് കൈമുക്കി കാണിച്ച് അഭിവാദ്യം ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും അത്രത്തോളം M സ്വരാജിനെ സംബന്ധിച്ച് M സ്വരാജിൻ്റെ നിലപാട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഫലസ്തീൻ വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, അത് ബാബറി മസ്ജിദ് തകർത്ത സമയത്തുള്ള അതിനുശേഷം വന്ന വിധിയൊക്കെ ആ തരത്തിലാണ് സ്വരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. യുവാക്കളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്വരാജിൻ്റെ പ്രസംഗം, നല്ലൊരു വാഗ്മി എന്ന നിലയ്ക്കുള്ള പ്രസംഗത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ്. അത്തരം ആളുകളുടെ ഒരു വോട്ട് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴാണ് ഏറ്റവും ഒടുവിലായി RSS വിവാദം. അത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു തരത്തിലുള്ള നെഗറ്റീവും ഇല്ലാതെ പ്രചരണം നടത്തിയത് ഇടതുപക്ഷമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ എഡ്ജിൽ, അവരുടെ കയ്യിലായിരുന്നു ഈ പ്രചരണത്തിന്റെ ഓരോ ദിവസത്തെയും എങ്ങനെ പോകണമെന്നുള്ള നിയന്ത്രിച്ചിരുന്ന അവരാണ്. പക്ഷെ അവസാന ദിവസം ഒരു കുറ്റം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഗോവിന്ദമാഷിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം വരിക. അത് ശ്രദ്ധയ്ക്കായി നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് UDF പ്രതീക്ഷ വച്ച് പുലർത്താൻ കഴിയുന്ന UDF പ്ലസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പ്ലസ് നമ്മൾ കുറേ പറഞ്ഞു, എങ്കിലും UDF ഒരുപാട് മൈനസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള
പല പരാമർശങ്ങളും. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് UDFന്റെ ഏറ്റവും അവർക്ക് ആദ്യം തലവേദന സൃഷ്ടിച്ചത് അവരുടെ ഒരു നെഞ്ചൊന്ന് ഇടിപ്പിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് എം സ്വരാജ്. തീർച്ചയായും ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അത് OLX വിവാദത്തിലാണ് തുടങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് OLX വിവാദത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ OLXൽ ഇടണം, ആരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് താല്പര്യപത്രം ക്ഷണിച്ചുകൊണ്ടൊക്കെയുള്ള അത്തരത്തിലുള്ള തമാശയും കളിയാക്കലുകൾക്ക് തുടങ്ങിയതിന് ശേഷമാണ് എം സ്വരാജിനെ യഥാർത്ഥത്തിൽ LDF തീരുമാനിക്കുന്നത്. അതൊരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരുന്നു. അത് ആ ഒരു ഇമ്പാക്റ്റ് നന്നായി ഉണ്ടാക്കാൻ, ആ എൻട്രി വളരെ കൃത്യമായി ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. അത്ര ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് എം സ്വരാജ് എന്ന ആൾ വരുമ്പോൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ എം സ്വരാജ് അവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ അണികൾ അത്രത്തോളം ആവേശമായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകത അവിടെയുണ്ട്. അത് സ്വാഭാവികമായും പാർട്ടി വോട്ടുകളെ ഏകീകരിക്കും എന്നുള്ളതിൽ ഉറപ്പുണ്ട്. അങ്ങനെ ഒരു പിടി ഘടകവുമായി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് യഥാർത്ഥത്തിൽ എം സ്വരാജ് അവിടെ വരുന്നത്. അത് കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നതിൽ സംശയമൊന്നുമില്ല. ഈ ഏറ്റവും കൂടുതൽ പ്ലസ് UDFന് പറയുമ്പോൾ പോലും അവിടുത്തെ അവർക്കുണ്ടായിട്ടുള്ള തിരിച്ചടികൾ, അതല്ലെങ്കിൽ വലിയ തോതിലുള്ള വിവാദത്തിൽപ്പെട്ടത് അവരുടെ പ്രചാരണം തന്നെയാണ്. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷൻ പരാമർശം, അതൊക്കെ ഒരു മുതിർന്ന നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ വേണമായിരുന്നോ, അതല്ലെങ്കിൽ സാധാരണക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി പരാമർശം. അതും ഈ രണ്ട് പരാമർശവും ഒരുപക്ഷെ നിലമ്പൂരിന് പുറത്തേക്ക് പോലും വളരെ ഒരു തിരിച്ചടി ഉണ്ടാകുവാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു പരാമർശങ്ങളായിട്ടാണ് എനിക്ക് അത് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. അതെ. അതായത് LDF, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDF ആണ് അജണ്ട നിശ്ചയിച്ചത്. എങ്ങനെ പോകണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിൻ്റെ അജണ്ട നിശ്ചയിച്ചത് LDF ആണ്, അതിലൊരു സംശയമില്ല. അതിൽ തന്നെ ആദ്യം KC വേണുഗോപാലാണ് ഈ ക്ഷേമ പെൻഷൻ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊടുത്തത് ഒരു കൈക്കൂലി പോലെ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. അത് ക്ഷേമ പെൻഷൻ കൈക്കൂലി എന്ന മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടുവരാനും പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ സംഗമം നടത്താനും അത്തരത്തിലത് പ്രചരണം നടത്തി വളരെ കൃത്യമായ ആളുകളിലേക്ക് അത് എത്തിക്കാനും LDFന് കഴിഞ്ഞു. അത് ഒരു വളരെ ഏതൊക്കെ റൂട്ടിൽ അത് പോകും എന്നുള്ളതാണ്. ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ വോട്ടുണ്ട്. 1,75,000 മുകളിലാണ് ഇത്തവണ വോട്ട് നടന്നത്. അതിൽ തന്നെ ഏതാണ്ട് 43,000 ആളുകൾ അവിടെ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അതായത് അതിൽ വോട്ട് ചെയ്തതിൽ 1/3 ആളുകൾ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അത് നന്നായി ഇമ്പാക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമായി LDFന് തിരിച്ചറിയുകയും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് KC വേണുഗോപാലിൽ നിന്ന് കിട്ടിയതാണ്. രണ്ടാമത്തെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ അത് ചേർന്ന് പ്രവർത്തിക്കാനുള്ള, വെൽഫെയർ പാർട്ടിയെ കൂടെ നിർത്താനുള്ള ശ്രമം അത് VD സതീശൻ്റെ ഭാഗത്താണ്. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നേരത്തെ മുസ്ലിം രാഷ്ട്ര സങ്കല്പം ഇനി അവരത് ഒഴിവാക്കി, അവരത് വേണ്ടെന്ന് വെച്ചു, അങ്ങനെ അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള പരാമർശമാണ് വലിയ തരത്തിൽ വിവാദമായത്. ഈ രണ്ട് പരാമർശവും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ യഥാർത്ഥത്തിൽ LDFന് കഴിഞ്ഞു. അത് നേതാക്കൾ വളരെ നന്നായി, മുഖ്യമന്ത്രി അടക്കം അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. ഇടതുപക്ഷത്തിന് സാംസ്കാരിക ലോകത്തിൻ്റെ വലിയ പിന്തുണ കിട്ടുന്നത് കണ്ടു. അതിനെതിരെയും പറഞ്ഞത് സത്യത്തിൽ ഒരു മങ്ങൽ UDFന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വോട്ടർമാരെ ഇതൊന്നും സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങളാണ് അല്ലേ. അത് നിലമ്പൂരിലെ വന്യജീവി അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഇപ്പോൾ UDFന് നേരിടാൻ വന്നേക്കാവുന്ന തിരിച്ചടികളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. നമ്മൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിനകത്ത് അനാവശ്യ വിവാദങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ്. ഇടയ്ക്കൊരു പെട്ടി വിവാദമൊക്കെ വന്നെങ്കിലും അതങ്ങ് തട്ടിത്തടഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത്. അത് പെട്ടി വിവാദം പാലക്കാട് പോലെ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം, അതല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണ വിഷയമാക്കുവാനുള്ള UDFന്റെ ശ്രമം പോലും അതാരും ഏറ്റെടുത്ത് കണ്ടില്ല. മാത്രമല്ല അത് തിരിഞ്ഞുകുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി തോന്നുന്നു. എനിക്കതിൽ തോന്നുന്ന ഒരു കാര്യം സ്ഥാനാർത്ഥിയുടെ ഗുണമാണ്. അത് എനിക്ക് തോന്നുന്നു ആര്യാടൻ ഷൗക്കത്ത് അത് കുറേ കൂടെ കൃത്യമായി ചെയ്തു. പക്ഷേ കുട്ടി മരിച്ച സമയത്ത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം ഒഴികെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ കുറേ കൂടി സംയമനത്തോടു കൂടി ശ്രദ്ധയോടെ പെരുമാറാൻ അല്ലെങ്കിൽ പ്രതികരണം നടത്താൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചിരുന്നു. അതിന് കാരണം എതിരാളിയായിട്ടുള്ള നമ്മുടെ എം സ്വരാജാണ്. എം സ്വരാജിൻ്റെ ഒരു ഗുണം കുറേ കൂടി കാര്യങ്ങൾ മാത്രമായി സംസാരിക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണത്തിന് പോലും വളരെ കൃത്യമായി മറുപടി നൽകിയത് എം സ്വരാജാണ്, അല്ലെങ്കിൽ LDFൻ്റെ വിശദീകരണം നൽകിയത് എം സ്വരാജാണ്. അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയുടെ മേന്മ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതികരണം ആ തരത്തിൽ പോയി. എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ മലയോര മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം അതിനേക്കാൾ
വനം വന്യജീവി വിഷയം കുറെ കൂടി ഉച്ചത്തിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് അഭിപ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ട്. അത് നേരിട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പ്രചരണ രംഗത്ത് പലതരം വിഷയങ്ങൾ അതിനകത്ത് മാറി വന്നുകൊണ്ടേ ഇറാൻ ഇസ്രായേൽ വാർ വരെ അവിടെ പ്രചരണ വിഷയമാകുന്ന വിഷയമായി അതുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു പക്ഷേ വിചാരിച്ച ശ്രദ്ധ അവിടെ കിട്ടിയിട്ടില്ല. അത് പ്രത്യേകിച്ച് വികസന വിഷയത്തിൽ നല്ല സജീവമായ ചർച്ചകൾ LDF ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വനം വന്യജീവി വിഷയത്തിൽ അത് ഒന്ന് ഡൗൺ പ്ലേ ചെയ്യുന്ന തരത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും മുമ്പോട്ട് പോയത്. കാരണം അത് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ആ തരത്തിലേക്ക് ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും അടിസ്ഥാന വിഷയങ്ങൾ കുറേ ഈ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ്. ഇരു മുന്നണികൾക്കും തിരിച്ചടിയാകുന്ന ഒരു ഫാക്ടർ അൻവർ ഫാക്ടർ തന്നെയാണ്. അൻവർ ഫാക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇരു മുന്നണികളും പറയും ഇല്ല എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ. പക്ഷേ രണ്ടുപേർക്കും ഉള്ളിലറിയാം ഉണ്ട് എന്നുള്ള കാര്യം. അത് നമ്മൾക്കും അറിയാം അല്ലേ? അൻവർ എഫക്റ്റ് ഉണ്ട്, അത് ഉറപ്പാണ്. അത് എവിടെയാണ് എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് നാളെ വോട്ട് ആദ്യ വഴിക്കടവ് പഞ്ചായത്തിലെ 1ഉം 2ഉം റൗണ്ട് വോട്ടുകൾ എണ്ണുന്ന, അതായത് 2 റൗണ്ടിലാണ് വഴിക്കടവ് പഞ്ചായത്ത് എണ്ണുക. ആ 1ഉം 2ഉം റൗണ്ടിലെ വോട്ട് എണ്ണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ അൻവറിന് UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ 33 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 33 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ആ വോട്ട് ഇത്തവണ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഷൗക്കത്തിന് എത്രത്തോളം ഭൂരിപക്ഷം ഉണ്ടാകും? അല്ലെങ്കിൽ അവിടെ സ്വരാജിനെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അൻവർ എത്ര വോട്ട് പിടിക്കും? അൻവർ ഒരു 1000-ന് മുകളിൽ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം അതിൽ കൂടുതൽ വോട്ടുകൾ അവിടെ നിന്ന് പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് LDFന് അത്ര ശുഭകരമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യ 2 റൗണ്ട് എണ്ണുമ്പോൾ തന്നെ അറിയാം ആരുടെ വോട്ടാണ് പിടിച്ചത്. അതൊരു ട്രെൻഡായി വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിധി നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അദ്ദേഹം ഏത് വഴിക്ക് പോകണം എന്നുള്ളത് തീർച്ചയായും തീരുമാനിക്കപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെയായിരിക്കും. അദ്ദേഹം ഏത് ക്യാമ്പിൽ നിന്ന് ഏത് വോട്ട് ബാങ്കിലായിരിക്കും വിള്ളലേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഈ ആകാംക്ഷയോടെ നോക്കുന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് ഈ വഴിക്കടവ് വഴി തന്നെ അറിയാൻ പറ്റും എന്ന് തോന്നുന്നു. പിന്നെ അൻവർ ശ്രദ്ധ വച്ചത് അത് ഈ വന്യജീവി പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത് അൻവർ ആയിരുന്നു. തീർച്ചയായും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് പേഴ്സണാണ്. അതായത് അൻവർ ആരുടെ വോട്ട് പിടിക്കും? അൻവറിൻ്റെ ആദ്യത്തെ ശത്രു പിണറായി ആയിരുന്നു. പിണറായി വിജയനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. 2ാം ഘട്ടത്തിൽ അദ്ദേഹം UDFലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ആ ഘട്ടത്തിലാണ് അവിടെ VD സതീശനുമായി വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് VD സതീശൻ ശത്രുവായി മാറുകയും ചെയ്യുന്നു. അതിനു മുൻപ് തന്നെ പിണറായി വിജയനും VD സതീശന് മുൻപും അവിടെ ഒരു ശത്രു, നിലമ്പൂരിലൊരു ശത്രു അൻവറിനുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്താണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇതിലെല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് എവിടേക്കാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്ത് തോൽക്കണമെന്ന് അൻവറിന് ആഗ്രഹമുണ്ട്. പിണറായി വിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വരാജും തോൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എവിടേക്കാണ് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഏറ്റവും ഒടുവിലായി പറഞ്ഞതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് തോന്നുന്നു. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിൽ അവിടെ ഷൗക്കത്ത് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അദ്ദേഹം സൂചന വെച്ച് പറയുന്നുണ്ട്. ആ സൂചന എന്നത് UDFിലേക്കുള്ളൊരു പാലമാണ്. ആ വാക്ക് UDFിലേക്കൊരു പാലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ തരത്തിലൊരു അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയിക്കണം. പിന്നെ ഈ സാധാരണക്കാരുടെ നമ്മൾ ഇന്ന് പോലും പ്രതികരണം എടുക്കുമ്പോൾ അൻവർ ജയിക്കും എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കണ്ടു. അവിടെയുള്ള വ്യാപാരികളുടെ പിന്തുണയുണ്ട്. പിന്നെ ഈ 9 കൊല്ലക്കാലം MLA ആയിട്ടുള്ള അവിടുത്തെ പരിചയങ്ങൾ അതും അൻവറിന് ഗുണം ചെയ്യും. അൻവർ എത്ര വോട്ട് പിടിക്കും എന്നത് തന്നെയാണ് അവിടുത്തെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക. നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല. BJPയുടെ സാന്നിധ്യമാണോ അസാന്നിധ്യമാണോ എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥാനാർത്ഥിത്വം അല്ലേ? ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു കൺഫ്യൂഷൻ. അതിനുശേഷം മത്സര രംഗത്ത് തന്നെയും മലയോര മേഖലയിലാണ് കൂടുതൽ ഇത്തവണ BJP പ്രവർത്തനം. അതായത് ഹാർഡ് കോർ BJP വോട്ടുകൾ, അതോടൊപ്പം തന്നെ മലയോര മേഖലയിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ വിരമിച്ചിട്ടുള്ള ആളുകളുടെ വീടുകൾ, അങ്ങനെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് പ്രചാരണം നടത്തിയിട്ടുള്ളൂ. ആ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കുക എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ വോട്ട് ലഭിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ അപ്പോൾ പോലും വളരെ വലിയ കാടിളക്കിയുള്ള ബഹളമുള്ള ഒരു ജയിക്കണമെന്നതിനപ്പുറത്തേക്ക് വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് BJP ഇത്തവണ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് ആ തരത്തിൽ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വോട്ടായി മാറുമോ എന്നുള്ളത്
നമുക്ക് കണ്ടറിയണം. മലയോര മേഖല പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയാണ് കൂടുതൽ ഈ വനം വന്യജീവി വിഷയത്തിലൊക്കെ അവിടെ എതിർപ്പുള്ളത്. ആ വോട്ടുകൾ സമാഹരിക്കുക, അതുപോലെ തന്നെ ഒരു മുസ്ലിം പ്രീണനം എന്ന നിലയിൽ LDFും UDFും പോകുന്നു എന്നുള്ള ഇതുണ്ട്. ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ മുസ്ലിം ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഹിന്ദു വോട്ടുകളുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അത് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അതൊരു പ്രചാരണ ആയുധമാക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട് അവിടെ. അതും ഇമ്പാക്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഈ വോട്ട് വരുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാക്കുക. തീർച്ചയായും എല്ലാം കാത്തിരുന്ന് കാണാം. ഇനി വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഏതായാലും ന്യൂസ് മലയാളം വളരെ കൃത്യമായി വ്യക്തമായി ഫലം പ്രേക്ഷകരിലേക്ക് അപ്പോൾ എത്തിക്കുന്നതായിരിക്കും. രാവിലെ 5:30 മുതൽ നമ്മുടെ ലൈവ് ഉണ്ട്. നിലമ്പൂരിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല എങ്കിൽ പോലും ഈ ചെറിയ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു.